ഷിയാസ് കരീമിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കുമ്പോൾ ഇപ്പോൾ ഷിയാസിന് എതിരെയുള്ള ചില വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നീ പൈസ തന്നായിട്ടോ, അത് അക്കൗണ്ട് വേണ്ട, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിൻ്റെ ലീഗൽ ഇത് കാണിക്കണം. അല്ലാതെ ചെയ്താൽ നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെന്റ്സിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാന്നാ. ഓക്കെ, ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും? ATM നിന്ന് 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും. വേറെ പിന്നെ നമ്മുടെ കാർ ലോൺ, ഹൗസ് ലോൺ, അത് അടച്ചടച്ച് പോയിക്കോളും. ജിമ്മിന്റെ പണി തുടങ്ങണം ഈ ദിവസങ്ങൾ. നോമ്പിനൊക്കെ പണി തുടങ്ങണം. വയറിങ്ങും പ്ലംബിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെയിന്റിംഗ് ഒക്കെ ചെയ്യണം. ഇതിന്റെ ലീഗൽ ഇത് കാണിക്കണം. ഫണ്ടിന്റെ ഞാൻ ഫോട്ടോ എടുത്തല്ലോ, അവരെടുത്തിട്ടുണ്ടാവും. ഞാൻ നോക്കട്ടെ. എനിക്ക് 10 ലക്ഷം രൂപ എവിടെയുള്ള ഓക്കെ അല്ലേ? ഇതൊക്കെ ഇതിന്റെ ലീഗൽ ഇത് വേണ്ടിയിട്ടോ നമ്മള് തുടങ്ങാൻ പരിപാടി. പണികളാണ് പരിപാടിയാണ് നല്ലത്. ശരി, അത് എനിക്ക് തന്നാ മതി. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട. ഞാൻ ഒന്നും പറയാനില്ല. കുറച്ച് അഡ്വാൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ശരി. പൈസ വേണം. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ വലിക്കാൻ പറ്റും? ATM ചെയ്തോളാം. ജിമ്മിന്റെ പരിപാടികൾ 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും. വേറെ പിന്നെ നമ്മുടെ സെറ്റാ. പൈസ ഫണ്ട് ഇടി നമുക്ക് മെഷീൻ അഡ്വാൻസ് നോമ്പിനൊക്കെ പണി തുടങ്ങണം. വയറിങ് പ്ലംബിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പെയിന്റിംഗ് ഒക്കെ ചെയ്യണം. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ഹെൽത്ത് മാറ്റിന് അഡ്വാൻസ് കൊടുക്കണം. പെയിന്റിങ് പ്ലംബിങ് വയറിങ് ചെയ്യാം. പതുക്കെ മെഷീനുകൾ മാറ്റാം. 2 ആഴ്ച അവർക്ക് അവധി കൊടുത്ത് മെഷീൻ മാറ്റി തുടങ്ങാൻ പരിപാടി ഉദ്ഘാടനം വെക്കണം. എനിക്ക് തന്നാൽ മതി, 10 തന്നാൽ മതി. പണി തീർക്കാൻ പറ്റും. ചീത്ത സമയത്ത് നല്ല സമയത്ത് എപ്പോഴും പൈസ വേണം. സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് താങ്കളായിട്ട്. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. അതിനായിട്ട് കാര്യങ്ങൾ ചെയ്തോളാം. നമുക്കിന്റെ പരിപാടിയെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത്. എനിക്ക് ഒരു കുഴപ്പമില്ല. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നീ എപ്പോഴും ഉണ്ട് മരണം പോലെ ഞാൻ ഫസ്റ്റ് അഡ്വാൻസ് കൊടുക്കണം. നീ എന്റെ സന്തോഷത്തിന് പിന്നെ അവിടെയുള്ള കുറച്ച് പെയിന്റിങ് പ്ലംബിങ് വയറിങ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ മെഷീനുകൾ നമുക്ക് മാറ്റാം. ഒരു 2 ആഴ്ച അവർക്ക് അവധി കൊടുത്ത് മെഷീൻ മാറ്റി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ചീത്ത സമയത്ത് നല്ല സമയത്ത് എപ്പോഴും കൂടെ നജുമാനെ ഫ്ലാറ്റ് സ്റ്റാറ്റസ് ഫോട്ടോ എടുക്കാന്ന് പറയാം. അപ്പൊ ഞാൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിനിടെ എന്ത് നടന്നാലും അവനത് മാറി വെച്ചു. ബോണസ് നജുമാക്ക് വലിയ ബോയ് ഫ്രണ്ടിലും ഉണ്ടാവും. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്ക് ഒന്നും മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് ഒരു കുഴപ്പമില്ല. ഞാൻ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാണ്. അത് നിന്റെ വില അനീറ്റ് തരുന്നുണ്ട്. നജുമാനെ ഫ്ലാറ്റ് സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസ്കിയാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവും ക്യൂന്ന് അതിൽ ഇടുന്ന അത് നിന്റെ വില പോവും. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ അത് വായലേം തരുന്നുണ്ട്, കുടിച്ചോ. നിന്നെ ഭയങ്കര കാര്യമാണ്. ഉമ്മാനെ പോലെയാണ് അവിടെ ശ്രദ്ധിക്കും. അത് കുഴപ്പമില്ല. നീ നൈസായിട്ട് വിഷയമൊന്നുമില്ല. അങ്ങനെ വിചാരിക്കാൻ ഇട്ടാൽ മതി. കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ആയിക്കോട്ടെ. നീ സ്റ്റാർട്ട് ഉമ്മാനെ പോലെയാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാവില്ല. അത് കുഴപ്പമില്ല. നൈസായിട്ട് വിഷയമൊന്നുമില്ല. അങ്ങനെ വിചാരിക്കും. ഈ സ്റ്റാറ്റസുകളിലെ കുറച്ചോട്ടെ കാര്യം. എന്റെ ഫോട്ടോ അധികം നീ സ്റ്റാർട്ട് ചെയ്തിട്ട് സാമാൻ അടിച്ചാൽ പൊളിക്കും. ഓക്കെ, ഉഷാറാവും. പെരുമ്പാവലായിട്ട് ഈ സ്റ്റാറ്റസുകളിലൊക്കെ കുറച്ചോട്ടോ കാര്യം. എന്റെ ഫോട്ടോ അധികം പണി കിട്ടും. എന്തായാലും നോക്കി എന്തായാലും ചെയ്യും. ഒരു പേഴ്സണൽ ലോൺ ഉഷാറാവും. പെരുമ്പാവലായിട്ട് നല്ല ജിമ്മ നമ്മൾ ചെയ്യാൻ പോകണം. ഫിനാൻഷ്യലുള്ള ഫണ്ട് ഇറക്കേണ്ടി വരും. അത്ര എന്തായാലും നോക്കി എന്തായാലും മാരേജിന്
എനിക്ക് ആ ഒരു പേഴ്സണൽ ലോൺ ഉണ്ട്, അതൊന്ന് ക്ലോസ് ചെയ്യണം. അതിലുള്ളൊരു ഇതാണ് ഇങ്ങനെയുണ്ട്, അതിപ്പോൾ അടച്ചിട്ടില്ല. അതിൻ്റെ ഒരു കറണ്ടിൽ പെരുമ്പാവൂരിലെ ഏറ്റവും വലിയ ജിമ്മാണത്. മാരേജ് ചെറിയതായി പോയി, അത് ക്ലോസ് ചെയ്യണം. ചെന്നിട്ട് എനിക്കറിയില്ല ഒന്നും ഞാൻ ജിമ്മിന്റെ കാര്യം എന്താക്കാന്നുള്ള ഇതിൽ നിൽക്കാം. ജിമ്മൊന്നും നമുക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്യണം, ഇച്ചിരി പൈസ ഒക്കെ സെറ്റ് ചെയ്യാം. കുറച്ച് പൈസ അറിയില്ല എന്ന് നോക്കട്ടെ. ആണെങ്കിലും മറ്റേ ചോദിച്ചിട്ടില്ല, ഉമ്മ ഒന്നും പറഞ്ഞില്ല. ബ്രദറിൻ്റെ അടുത്ത് അന്ന് കൊടുത്തില്ല. അവർ ആ ജിമ്മിന്റെ കാര്യം എന്താക്കാന്നുള്ള ഇതിൽ നിൽക്കാം. 10 ലക്ഷം രൂപ നമുക്ക് കൊടുത്തിട്ടില്ല. ഇച്ചിരി പൈസ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് പൈസ സെറ്റ് ചെയ്യണം. കുറച്ച് പണി സെറ്റ് ചെയ്തിട്ട് ജിമ്മിന് മറ്റേ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബ്രദറിൻ്റെ അന്ന് കൊടുത്തില്ല. പൊളിക്കുന്നത് ഒരു സെറ്റപ്പാണ്. 10 ലക്ഷം രൂപ നീ കൊടുത്തിട്ടില്ല. അത് വാങ്ങിച്ചിട്ട് നമുക്ക് കുറച്ച് കടമൊക്കെ വന്നു ജിമ്മിന് 1,40,000 മാറും. ജിമ്മിന്റെ ഉദ്ഘാടനം നമുക്ക് പൊളിയാക്കണം. പൊളിക്കണത് ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കുന്നുണ്ടോ? അയാൾ എന്നെ വിളിച്ച് അത് കുറച്ച് കടമൊക്കെ വന്നോണ്ടാ ഈ പരിപാടി. ഒരു 1,40,000 കൊടുക്കാനുണ്ട്. ആഹാ, ചോറും ബീഫൊക്കെ അടിച്ചല്ലേ. എനിക്ക് ആ ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കുന്നുണ്ടോ? പരിപാടി ഇതിന് കാശ് കൊടുക്കണം, ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓട്ടില്ല തുറന്നു ഈ പരിപാടി എടുത്തോണ്ടേ. അതിന്റെ പൈസ കൊടുത്തു. ഇന്നലെ പരിപാടി ഇതിന് കാശ് കൊടുക്കണം, ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓട്ടില്ലായിരുന്നു. പൈസ വയറിങ്ങാരുടെ ലൈറ്റ് സൗണ്ട് ഇല്ല. 25 എനിക്ക് ഒന്നും ആവില്ല കേട്ടാ. 28,000 രൂപ കൊടുത്തു. ഞാൻ 20 രൂപ ഇട്ട് കൊടുത്തു. ബാക്കി ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഈ വിരുന്ന് തീറ്റ തന്നെ തീറ്റിച്ചിട്ട് കൊല്ലും. 25 എനിക്ക് ഒന്നും ആവില്ല സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കൗട്ടൊക്കെ. പിന്നെന്താ ഈ കാര്യങ്ങള് നാളെ ഇടുവോ? ഞങ്ങൾക്ക് പ്രാന്ത് അടിച്ചിരിക്കുക. ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവിടെ പൈസ തീറ്റ തന്നെ തീറ്റിച്ചിട്ട് കൊല്ലുക. ജിമ്മിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കൗട്ടൊക്കെ. ഞാൻ ഫോണ് പിടിക്കാത്ത കാര്യങ്ങൾ നാളെ ഇടുവോ? ഞങ്ങൾക്ക് പ്രാന്ത് അടിച്ചിരിക്കുക. ഒന്നും പറയണ്ട. അവിടുന്ന് ഇവിടുന്നൊക്കെ മടുത്തു. ഞാൻ ഫോണ് പിടിക്കാറില്ല. ഓഡിറ്റോറിയത്തിന്റെ ആൾക്കാരും ആൾക്കാരും വിളിക്കും, ഞാൻ എടുക്കില്ല. അത്ര നീ എന്നോട് പറഞ്ഞില്ല. പിന്നെ വിഷമം പറഞ്ഞ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. മൂവിയുണ്ട് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ഉമ്മ ചെയ്തിട്ട് നീ എന്നോട് പറഞ്ഞു നിന്റെ ഇഷ്ടം ഉമ്മ ചെയ്തിട്ട് ഉമ്മാനെ കാണാൻ ആരും ഇഷ്ടത്തിന് എന്തായാലും മോശമായി പോയി. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് വിഷമം പറഞ്ഞ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. മൂവിയുണ്ട് എനിക്കത് ഞാൻ യോജിക്കുന്നില്ല. ഉമ്മ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ പോകാതെ ബാംഗ്ലൂർക്ക് പോയത് ഞാൻ യോജിക്കുന്നില്ല. പോയത് ഞാൻ യോജിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താണ്. പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ കാണാത്ത കാര്യമാണ്. എന്തായാലും മോശമായി പോയി. നിങ്ങളുടെ പോലെ പോകും. നിങ്ങളുടെ ഇഷ്ടത്തിന് ഉമ്മാനെ ഇഷ്ടം ചെയ്തോ. ആ സംസം വെള്ളവും എനിക്കത് ഞാൻ യോജിക്കുന്നില്ല. ഉമ്മ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ പോകാതെ ബാംഗ്ലൂർക്ക് പോയത് ഞാൻ യോജിക്കുന്നില്ല. ബാംഗ്ലൂർ പോയി എന്തെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താണ്. പക്ഷെ ഞാൻ എനിക്കത് യോജിക്കുന്നില്ലാത്ത കാര്യമാണ്. അത് നിങ്ങളുടെ പോലെ പോകുന്നത് ഉമ്മാനെ പോയി നിന്റെ ഇഷ്ടത്തിന് അതെല്ലാം കൊടുത്ത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ബാംഗ്ലൂർ പോയി എന്തെങ്കിലും എന്തായാലും ശരി ശരി ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അത് ഞാൻ യോജിക്കുന്നു. എനിക്കറിയില്ല നിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ശരി ഓക്കെ. ഞാൻ കാസർഗോഡ് മറ്റേ കേസിൽ നല്ല കുട്ടിയാണ്. അവർക്ക് സ്നേഹം കിട്ടാത്ത ബുദ്ധിമുട്ടില്ല. അത് കൊടുക്കും. നിന്റെ സപ്പോർട്ടും ദുആയും ചെയ്ത് തന്നെ പകുതി ഓക്കെയാണ്. കേസിൽ എന്നോട് പറഞ്ഞില്ലേ നല്ല കുട്ടിയാണ്. എനിക്ക് ആ ജിമ്മ് ആവാണ്. അവർക്ക് സ്നേഹം കിട്ടാത്ത ബുദ്ധിമുട്ടില്ല. അത് കൊടുക്കും. ഗംഭീരാക്കണം. നിന്റെ സപ്പോർട്ട് പൈസ കൊടുക്കണ്ടോ. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാറുള്ള എനിക്ക് ആ ജിമ്മ് ലക്ഷം ചിലപ്പോൾ കിട്ടും. ജിമ്മ് ഉഷാറാക്കണം. കല്യാണത്തിന് ശേഷം ഗംഭീരാക്കണം. കാറ്ററിങ്ങിനും ഈ പൈസ നീ വേണ്ടാത്ത ആളുകൾക്കാണ് നമുക്ക് ആവശ്യമുണ്ടാകും. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാറാക്കണം. 2 ലക്ഷം എപ്പോൾ കിട്ടും? ആ മറ്റേ ഓഡിറ്റോറിയത്തിന് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ 14 ഞാൻ പോകുന്നത് വിഷമം തല വിളിക്കേണ്ട ഇഷ്ടമല്ല. ആൾക്കാരും എന്ത് ചെയ്യുന്ന തല വിളിച്ചിട്ടിരിക്കുക. അവൾക്കൊരു ഐഫോണെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നാട്ടിലും നമുക്ക് നീ എന്തിനു കുറച്ച്
അത് ഞാൻ വാങ്ങിച്ചത്. ഞാനിപ്പോൾ അവിടെ കടവ് വാങ്ങിക്കുമ്പോൾ ഞാൻ എന്താ പറയുക വിഷമം തലമുടിക്കുന്നേക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. വലിയ കിട്ടാൻ വേണ്ട ആ മറ്റാ എന്തിനു പൈസ കിട്ടാൻ വേണ്ട ഒരു 1-2 ലക്ഷം രൂപ നാട്ടിലൊന്നും നമുക്ക് നീ എന്തിനു കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ അതെ മറ്റത് എത്ര ദിവസം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ കിട്ടാൻ വേണ്ട ആ മറ്റാ എന്തിനും പൈസ കിട്ടാൻ വേണ്ട. പൈസ ചോദിക്കാത്ത അവൻ 1-2 ലക്ഷം രൂപ നീ അവനോട് ചോദിക്കി. എനിക്കിങ്ങനെ ഒരു 10 lakh rupees ആവശ്യം അർജന്റ്. മറ്റത് എത്ര ദിവസം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നീ അവന് മെസ്സേജ് വോയിസ് ഇങ്ങനെ എനിക്കൊരു 10 lakh rupees പൈസ ചോദിക്കാത്ത അവനാണ്. നീ അവനോട് ചോദിക്കി. എനിക്കിങ്ങനെ ഒരു 10 lakh rupees ആവശ്യം അർജന്റ് ആണ്. 15 തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 15 ഇങ്ങനെ എനിക്കൊരു 10 lakh rupees പർച്ചേസ് ചെയ്തിട്ട് പോകണം. ഇവിടുന്ന് അത്യാവശ്യമാണ്. എനിക്ക് മുജീബ് അയച്ചു തരും. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചിടാം എന്ന് അവനോട് എന്താ പറഞ്ഞു. എന്തായി 15 തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16 തീയതി ഞാൻ പോകൂലേ. 15 അഹമ്മദിൽ പർച്ചേസ് ചെയ്തിട്ട് പോകണം ഇവിടുന്ന്. എനിക്ക് എന്റെ നെജുമ സുന്ദരി അവരെക്കാളൊക്കെ. അതെ എന്തായി 10 ലക്ഷം രൂപ റൂമിന്റെ പൈസ വേണ്ട. ആവശ്യമുണ്ട് 10 ലക്ഷം രൂപ എനിക്ക് ആ ഭ്രാന്ത് പിടിക്കുന്ന വാങ്ങിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. എനിക്ക് എന്റെ നെജുമ സുന്ദരി അവരെക്കാളൊക്കെ നടക്കട്ടെ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് 10 ലക്ഷം രൂപ നിനക്ക് നീനിക്കാതെ വേണ്ട. ഒരാവശ്യമുണ്ട് 10 ലക്ഷം രൂപ വാങ്ങിച്ചാൽ എനിക്ക് 10 ലക്ഷം രൂപ നിനക്ക് നീനിക്കാതെ വേണ്ട. മാഷാ നടക്കട്ടെ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വർക്കില്ല. ഭയങ്കര ആർക്കും വർക്കില്ല. ചെറുതിനെ കിട്ടിയ ഈ റൂമിന് റെന്റ് ഫുഡ് എല്ലാം കൂടി ഇവിടെ ചെയ്യാൻ വർക്കൊന്നുമില്ല. വർക്ക് ഭയങ്കര ആർക്കും വർക്കില്ല. അതുകൊണ്ട് ചെറുതിനെ കിട്ടിയ ഈ റൂമിന് റെന്റ് എല്ലാം കൂടി ആകെ ഇട്ടാ മതി. അത് ഒരു ഇട്ടാ മതി. മഹറിന്റെ പൈസ നോട്ടിലാര് ഞാൻ എന്തായാലും ഫ്രീ ആണ്. അങ്ങനെയുള്ള സെറ്റ് ചെയ്ത് തന്നെ ചെയ്യാം. ഓക്കെയല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ദുബായിൽ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അബുദാബി ഫ്രീ ആണ്. സൗദിയിലേക്ക് വന്നിട്ട് അങ്ങനെയുള്ള സെറ്റ് ചെയ്ത് തന്നെ പരിപാടിയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ഓള് ദുബായില് ഒരു ജോലിക്ക് പോയി അബുദാബി സൗദിയിലേക്ക് വന്നിട്ട് 10 ദിവസം പരിപാടിയായിട്ട് കൺഫേം. അയച്ചാർന്നോ? ഇവിടുന്ന് ബാലൻസ് എത്ര പൈസ കറാമ ഏരിയയിലൊക്കെ ഞാൻ വാങ്ങിക്കണോ അതോ എന്ത് ചെയ്യണ്ടേ? ഭയങ്കര പൈസ എന്തായി മറ്റേ കാര്യം. നീ മുജിൽ പോയി കാണാം. അവൻ അങ്ങനെ ഒഴിവാക്കണമെന്നായിരിക്കില്ല. അവനെന്തിനും ഒരു ടെൻഷൻ ഉണ്ടാവും. നീ നോക്കിട്ടൊന്ന് പറയട്ടോ. കണ്ടു ഇവിടുന്ന് ബാലൻസ് എത്ര പൈസ കിട്ടും? അത് ഞാൻ വാങ്ങിക്കണോ അതോ എന്ത് ചെയ്യണ്ടേ? ശരി എന്നാട്ടാ. നമ്മളെന്തായി മറ്റേ കാര്യം. നീ മുജിൽ പോയി കാണാം. അവൻ അങ്ങനെ ഒഴിവാക്കണമെന്നായിരിക്കില്ല. അവനെന്തിനും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതൊന്ന് പോയി കണ്ടു നോക്ക്. എന്താ പറഞ്ഞു നോക്ക്. ഞാൻ എന്നെ വേണ്ടല്ലോ. ആയിക്കോട്ടെ ശരി എന്നാട്ടാ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. നല്ല ഭക്ഷണം കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ. ഇപ്പൊ എന്നെ വേണ്ടല്ലേ. അത് മതി. എന്നെക്കാൾ വലുതാരും വേണ്ട. ഞാൻ പെണ്ണിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടാവും കേട്ടോ. അത് കേട്ടാ മതി. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. വേഷം പോലും കല്യാണത്തിന്റെ പൈസ മഹർ അതൊക്കെ അത് മതി. എന്നെക്കാൾ വലുതാരും വേണ്ട. കുഴപ്പമൊന്നുമില്ല. ശരിയാക്കും. ശരി അതാണ് ഇത് കേട്ടാ മതി. എനിക്ക് ഓളെ കെട്ടണം. വേഷം പോലും കല്യാണത്തിന്റെ പൈസ മഹർ എനിക്ക് വേണ്ട ഒരു ജീവിതം അതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ എനിക്ക്. എന്നെ കൊച്ചിനെ ശരിയാക്കും. പക്ഷെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്